തൊടുപുഴ നഗരസഭയിലെ കൈക്കൂലി ആരോപണത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ കൈവിട്ട ഇടതുമുന്നണിയും പിന്തുണ പിൻവലിച്ചുവെന്ന് ഇടത് കൗൺസിലർമാർ. സനീഷ് ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. അതേസമയം നഗരസഭാ കൗൺസിൽ യോഗം UDF അംഗങ്ങൾ തടഞ്ഞു. ജെയിനസ് രാജു ഉണ്ട് വിവരങ്ങളുമായി. ജെയിൻ, ഇപ്പോൾ സനീഷ് ജോർജിന് നൽകിയ പിന്തുണ ഇടതുപക്ഷം പിൻവലിക്കുമ്പോൾ ഇനി എന്തായിരിക്കും? ഇനിയിപ്പോൾ ഈ സനീഷ് ജോർജ് സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രണ്ട് മുന്നണികളുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. പക്ഷേ ഈ ഘട്ടത്തിൽ അവരതിന് തയ്യാറായിട്ടില്ല. ഇടതുമുന്നണി എന്തായാലും അവിശ്വാസം കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനും 12 അംഗങ്ങളുണ്ട്. അവർക്കും അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അവർ അതിനെക്കുറിച്ചും ഇതുവരെ ഏതെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും സനീഷ് ജോർജ് ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പകരം ചുമതല വൈസ് ചെയർപേഴ്സന് ചുമതല നൽകുകയാണ് ഉണ്ടായത്. പക്ഷേ കൗൺസിൽ യോഗം ഇന്ന് കൂടാൻ കഴിഞ്ഞില്ല. BJPയും അതോടൊപ്പം തന്നെ UDFും ശക്തമായ പ്രതിഷേധം ഉയർത്തി. ഈ സനീഷ് ജോർജ് രാജിവെക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ഘട്ടത്തിലാണ് LDFന്റെ കൗൺസിലർമാർ അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. LDF സനീഷ് ജോർജിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സനീഷ് ജോർജ് അതിന് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ തങ്ങൾ അയാൾക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ചെയർമാന് നൽകിയിരിക്കുന്ന പിന്തുണ പിൻവലിക്കുകയാണെന്നും ഈ നഗരസഭാ ചെയർമാനെ കൗൺസിൽ ഹാളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടുമാണ് അവർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ബഹളത്തെ തുടർന്ന് കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കൗൺസിൽ യോഗം ചേരാൻ കഴിഞ്ഞില്ല. സനീഷ് ജോർജ് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കൈക്കൂലി ഇടപാടിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് സനീഷ് ജോർജിനെ വിജിലൻസ് 2ാം പ്രതിയായി പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നഗരസഭാ ചെയർമാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നത്. LDFന്റെ പിന്തുണയോടെ ചെയർമാനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സനീഷ് ജോർജ്.